നമ്മുടെ കയ്യിൽ എപ്പോഴും കാശ് ബർക്കത്തോടെ നിലനിൽക്കാൻ വേണ്ടി നമ്മുടെ പേഴ്സിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മറ്റാരുടെ മുന്നിൽ ആശ്രയിക്കാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനും അത്യാവശ്യം സമ്പത്തിൽ ബർക്കത്തുണ്ടാവാനും നമ്മുടെ പേഴ്സിൽ ഒരു പേപ്പർ സൂക്ഷിച്ചാൽ മതി. അത് പരിശുദ്ധമായ മുഹറം 1-ന്റെ അന്ന് 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒറ്റ അക്ഷരത്തിൽ എഴുതി അത് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സിൽ വെച്ചാൽ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ബർക്കത്തോടുകൂടി നടക്കാൻ കാരണമാവും. ഇത് താല്പര്യമുള്ളവരും വിശ്വാസമുള്ളവരും ചെയ്താൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഏത് പേപ്പറിലാണ് എഴുതി, ഏത് പേന ഉപയോഗിച്ചത്, അന്ന് അങ്ങനെയൊന്നും ചോദിക്കണ്ട. ഇത് താല്പര്യമുള്ളവരും വിശ്വാസമുള്ളവരും ചെയ്താൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഏത് പേപ്പറിലാണ് എഴുതി, ഏത് പേന ഉപയോഗിച്ചത്, അന്ന് അങ്ങനെയൊന്നും ചോദിക്കണ്ട. മഹാന്മാരും സ്വാലിഹ്യങ്ങളൊക്കെ ചെയ്തതാണ്. അങ്ങനെ ചെയ്ത് വെക്കുന്നവർക്കൊക്കെ ബർക്കത്ത് ലഭിക്കാറുണ്ട്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം പല മുസ്ലിയാക്കന്മാര് വീഡിയോ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പല ആളുകളും ഷെയർ ചെയ്ത് തന്നിരുന്നു. അപ്പോ പുതിയൊരു ബിദഅത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് സംബന്ധമായിക്കൊണ്ട് പറയാമെന്നും പറഞ്ഞ് വിട്ടതാണ്. ഇപ്പോ ഇതിന്റെ മുഹറം മാസം തുടങ്ങിയപ്പോ ഈ ഒരു വിഷയം ഇത് നിങ്ങൾ കഴിഞ്ഞ മുഹറത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ചെറുപ്പകാലങ്ങളിലോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവര് ഓരോ ബിദഅത്ത് ഇങ്ങനെ ഇതിൽ കടത്തിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അത് വിട്ട് എഴുതുക. ഓരോ അക്ഷരമായിട്ട് എഴുതിയിട്ട് അത് മടക്കി ചൂട്ടിയിട്ട് പേഴ്സിന്റെ ഉള്ളിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ മൂത്രമൊഴിക്കാനും കക്കൂസുക്കും ഏത് വൃത്തികെട്ട സ്ഥലത്ത് കൂടിയൊക്കെ പോകുമ്പോൾ അത് പേഴ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചും കൊണ്ട് നടക്കുക എന്നാ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ റസൂലുള്ള ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കണ്ട. അതൊന്നും കിട്ടൂല. റസൂലുള്ള അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ചെയ്യാൻ പറഞ്ഞിട്ടില്ല. റസൂലുള്ള ചെയ്തിട്ടില്ല, ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടാവില്ല, താബീങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല, താബീങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. ഇന്നലെ മിഞ്ഞാന്ന് പൊട്ടിമുളച്ച ഈ അപ്പയും കുറുന്തോട്ടിയും തകരയും ഒക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് ഈ മുസ്ലിം ഉമ്മത്തേറ്റ് പേഴ്സിന്റെ ഉള്ളിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ മഹാന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്, പണ്ഡിതന്മാരൊക്കെ. ഏതാണ് ആ മഹാന്മാര്? ഏതാണ് ആ പണ്ഡിതന്മാര്? ഓലെ പേരെന്ന് പറഞ്ഞാണ്. ഏത് നൂറ്റാണ്ടിലാണ് അവർ ജീവിച്ചിരുന്നത്? ഖൈറുന്നാസ് കർണിയിൽ പെട്ടതാണോ അവര്? ആണോ? സഹാബത്ത്, താബീയങ്ങള്, താബീയങ്ങള്, അയിമത്തിന്റെ ഉലമാക്കള്, ആരിലാണ് അവരുള്ളത്? നിങ്ങൾക്ക് തോന്നുമ്പോ തോന്നിയതും കൊണ്ടിട്ട് വരികയെ. ഞാൻ ഒന്നല്ല, ഇതിൽ വേറെ രസങ്ങളുണ്ട്, അയാൾ പറയട്ടെ. താല്പര്യമുള്ളവർ ചെയ്യുക. നമ്മുടെ വീട്ടുകാർക്ക്, കുടുംബങ്ങൾക്ക്, ബന്ധുക്കൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. മുഹറം 1-ന്റെ അന്നാണ് ഇത് എഴുതേണ്ടത്. അങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പേഴ്സിലൊക്കെ അത്യാവശ്യം ബർക്കത്തുണ്ടാവും, പൈസ ഉണ്ടാവും. നമുക്ക് മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കില്ല. അത് നമ്മുടെ ബാങ്ക് ബാലൻസും പേഴ്സ് ബാലൻസും ഒക്കെ കൂടും. നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും. നമുക്ക് ഒരാളുടെ മുമ്പിലും പോയിട്ട് കൈനീട്ടേണ്ട ആവശ്യം വരില്ല, അവസ്ഥ വരില്ല എന്നുള്ളതാണ് ഈ ആള് പറയുന്നത്. എന്നിട്ട് ഇതുപോലെ എഴുതിയിട്ട് നിങ്ങൾ പേഴ്സിൽ വെച്ചോളിന്ന് ആളുകളെ അടുത്ത് പറയുന്നുണ്ട്. ഈ ആളുകളൊന്നും തന്നെ അന്യരുടെ അടുത്ത് പോയി കൈനീട്ടാതെ അവര് അധ്വാനിച്ചിട്ട്, അവര് ബിസിനസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് ജോലിയോ ബിസിനസ്സോ ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. ആരുടെ മുമ്പിലും പോയിട്ട് കൈനീട്ടാറില്ല. എന്നാൽ ഇത് പറഞ്ഞു നടക്കുന്ന ഈ കൗമ് അവർക്ക് വീട് വെക്കണമെങ്കിൽ അവര് കൈനീട്ടും, അവരുടെ മക്കളെ കെട്ടിക്കണമെങ്കിൽ അവര് കൈനീട്ടും, അവരുടെ മക്കളെ ഗൾഫിക്ക് വിടണമെങ്കിൽ അവര് കൈനീട്ടും, അവര് എന്തെന്ത് കാര്യങ്ങളുണ്ടോ അതിനെല്ലാം അവര് കൈനീട്ടും. അവര് നമ്മുടെ വീട്ടിലൊരാള് മരിച്ചാല് കൈനീട്ടാൻ വരും. നമ്മുടെ വീട്ടില് ഒരാള് ഗൾഫിക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൈനീട്ടാൻ വരും. വിളിച്ചിട്ടാ വരുന്നത്, വിളിക്കാതെ വരുന്നുള്ള മറ്റൊരു കാര്യം. വിളിച്ചിട്ടില്ലെങ്കിൽ ആ സാധുവിനെ വഹാബിയാക്കി മുദ്രകുത്തും. അതുകൊണ്ട് വിളിച്ചേ തീരൂ എന്നുള്ള അവസ്ഥയിലാണ് ഈ സാധുക്കളായ ആളുകൾ വിളിക്കുന്നത്. എന്തൊരു കാര്യം നിങ്ങളുടെ വീട്ടിൽ പ്രത്യേകമായിട്ട് ഉണ്ടാവുണ്ടോ അന്ന് കൈനീട്ടാനുള്ള ഒരു സാഹചര്യം അവരവിടെ ഒരുക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവര് പറയാണ്, തെണ്ടിച്ച് തിന്നുന്ന, ബിസിനസ് ചെയ്ത് തിന്നുന്ന, വലിയ വലിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആളുകള് അവരാരും കൈനീട്ടാൻ പോണില്ല. ഓലെടുത്ത് എഴുതി വെക്കാന് കൈനീട്ടാൻ പോണ ആളുകളാണ് എഴുതി വെക്കാൻ പറഞ്ഞത്. ഇതിങ്ങനെ പറയിപ്പിച്ചത് ഈ രൂപത്തിൽ ഇതിങ്ങനെ ആളുകൾക്ക് മുമ്പിലേക്ക് ഇത് കൊണ്ടുവരുമ്പോ പറയാതിരിക്കാൻ കഴിയില്ല. മുഹറത്തിന്റെ പേരിൽ വെച്ച് കെട്ടി ഉണ്ടാക്കുന്ന പച്ചക്കളവുകള് അത് എത്രത്തോളം ഉണ്ട്? നഹ്സാണ്. എന്തൊക്കെയാണ് പറഞ്ഞ് പ്രചരിപ്പിക്കാറുള്ളത്? പ്രിയമുള്ളവരെ, ഇത് ഈ രൂപത്തിൽ പറഞ്ഞത് മുഹറം മാസത്തിന്റെ പേരിൽ പല വെച്ചുകെട്ടുകളും ഏച്ചുകെട്ടുകളും പച്ചക്കള്ളങ്ങളും പച്ചക്കളവുകളും പ്രചരിപ്പിച്ചുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാർ ഈ ഉമ്മത്തിനെ വീണ്ടും വീണ്ടും അന്ധവിശ്വാസത്തിന്റെ കൂടാരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇവരുടെ നേട്ടം എന്താണെന്ന് വെച്ചാൽ, ഒരു അന്ധവിശ്വാസി ജനസമൂഹത്തിനിടയിലെ ഇവർക്ക് ഇവരുടെ തരികിടകൾ പയറ്റാൻ പറ്റുള്ളൂ. പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബിചര്യയും നബിവചനങ്ങളും അത് മാത്രം അടിസ്ഥാനമാക്കി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവര്
അന്ധവിശ്വാസി കൂട്ടത്തെയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസികളായ ഒരു ജനസമൂഹത്തെ പറ്റിച്ചു തിന്നാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടില്ല, സഹാബത്തോ താബീങ്ങളോ തബഉ താബീങ്ങളോ പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ ഇതിന് ഒരു ബർക്കത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ബർക്കത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ബർക്കത്ത് അള്ളാഹു ആണ് നൽകുന്നതെങ്കിൽ അള്ളാഹു അത് വഹിയിലൂടെയാണ് അറിയിക്കുക. വഹിയിലൂടെയാണ് അത് അറിയിച്ചിട്ടുള്ളത് എങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നില്ലെങ്കിൽ ഏത് സുജായി പറഞ്ഞാലും ഞമ്മക്കത് എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ബർക്കത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ബർക്കത്ത് തരുവോ തരൂലേ എന്നുള്ളത് അല്ലേ പറയാ. അള്ളാഹ് പറഞ്ഞു കുണിച്ച് അത് വഹിയ് നിലച്ചു പോയ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷത്തേക്ക് ഇത് കൊണ്ടുവന്നിട്ട് പച്ച നുണ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഏതായാലും ചെറിയ വീഡിയോ ആയിരുന്നു. മുഹറം സംബന്ധിച്ച് ചെറിയൊരു പ്രഭാഷണം ഇതിന് ബാക്കിൽ ചേർക്കുന്നുണ്ട്, കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹറം എന്ന മാസത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോഴും അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കുമ്പോഴും സമൂഹത്തിൽ മറ്റൊരു വിഭാഗമുണ്ട്. അവര് പറയുന്നത് മുഹറം മോശപ്പെട്ട മാസമാണ്, കുടി വീടിരിക്കൽ താമസം മാറാൻ പറ്റൂല, ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ടില്ല, കല്യാണം നിശ്ചയിക്കാൻ പറ്റില്ല, വിവാഹങ്ങൾ നടത്താൻ പറ്റൂല. എന്താ കാരണം? നഹ്സിന്റെ മാസമാണത്രേ. എന്ത് നഹ്സ്? ശകുനമാണ്, മോശം സീസൺ. അതങ്ങനെ നമ്മൾ അവരുടെ മേൽ വെറുതെ പറഞ്ഞതല്ല. കലണ്ടർ ഇറക്കിയിട്ടുണ്ട്. കലണ്ടറിന്റെ മേലെക്കോളത്തിലും താഴെക്കോളത്തിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കൈകളിൽ അതിന്റെ കോപ്പികളുണ്ട്. ആ കലണ്ടറുകളിൽ എഴുതി വെച്ചിരിക്കുന്നു ഓരോ മാസത്തിലും ഇന്ന ഇന്ന ദിവസങ്ങൾ മോശം ദിവസമാണ്. അതിലേതൊക്കെയുണ്ട്? റമദാനിലെ 23, 24 ഒക്കെ നഹസിന്റെ ദിവസമാണ്. ആ കലണ്ടറിൽ കൊടുത്തിരിക്കുന്നത് നമ്മളെ മലയാളക്കരയിലുള്ള ഒരു കലണ്ടറാണ്. റമദാനിലെ അവസാനത്തെ 10 23 നഹസാണ്. ദുൽഹിജ്ജ 10 നഹസിന്റെ ദിവസമാണ് കലണ്ടറിൽ. ദുൽഹിജ്ജ മുഹറം മാസത്തിലെ 1 മുതൽ 10 ദിവസങ്ങൾ വരെ നഹസിന്റെ ദിവസമാണ്. യാതൊരു പുതിയ സംരംഭങ്ങളും തുടങ്ങാൻ പാടില്ലത്രേ. ഇത് വിശ്വസിച്ച് നടക്കുന്ന എത്ര പേരുണ്ടെന്നറിയും. ഓഡിറ്റോറിയങ്ങളിലും മറ്റു കാറ്ററിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർ പറയും, ഞാൻ എന്തായിരുന്നാലും ഞങ്ങൾക്ക് ഒരു 10 ദിവസം ലീവാണ്. അതെന്താ? അത് മുസ്ലിങ്ങൾക്ക് മുഹറം 10 വരെ പിന്നെ കല്യാണങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ വിശ്വാസം എവിടുന്ന് വന്നതാണ്? ഷിയാക്കൾ കൊണ്ടുതന്നു തന്നു. എന്തേ ഷിയാക്കൾക്ക് ഇത്ര കാര്യം? കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാമല്ലോ. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് അത്രേ അവരുടെ ആ ദിവസങ്ങളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ മുറി വീണതുകൊണ്ട് അവരുടെ സ്വന്തം ശരീരത്തിൽ, ഇവിടെ ബാംഗ്ലൂരിലും മറ്റു പല പ്രദേശങ്ങളിലും ഒക്കെ പോയവർക്കറിയാം, സ്വന്തം ശരീരത്തിൽ ബ്ലേഡ് വെക്കുന്നു, മുഖത്തും ശരീരത്തിന്റെ പച്ചയായ ഭാഗങ്ങളിൽ ചോര വീഴ്ത്തുന്നു. എന്നിട്ട് യാ ഹുസൈൻ, യാ അലി, യാ ഫാത്തിമ എന്ന് ഉറക്കെ വിളിച്ച് കരയുന്ന, വാവിട്ട് കരയുന്ന ഷിയാക്കൾക്ക് അത് നഹസിന്റെ ദിവസമാണ്. അതേ ചിന്തകൾ കടന്നു വന്നു കേരളത്തിലേക്ക്. സുന്നി എന്നോ സമസ്തയെന്നോ ഇസ്ലാം എന്നൊക്കെ പറയുന്നു. ഞാനൊരു പേര് പറഞ്ഞത് സമൂഹത്തിൽ അറിയപ്പെടുന്നത് അങ്ങനെയായതുകൊണ്ട് അവരിലേക്കും അത് കടന്നു വന്നു. ആ വിശ്വാസം അതുപോലെ ഏറ്റെടുക്കേണ്ടി അവർക്കും വന്നു. ഖബർ പൂജ ഷിയാക്കൾ നടത്തുന്നു, അതേ പരിപാടി ഏറ്റെടുക്കേണ്ടി വന്നു. ആണ്ടും മുറൂസും ഒക്കെയായി നടക്കുന്നു ഷിയാക്കൾ. അതേ സംഭവം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ദീനിനെ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, സ്വഹാബത്തിനെ പോലും ചീത്ത വിളിച്ച, തെറി വിളിച്ച ഷിയാക്കളുടെ പതിപ്പുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തവർ പോലുമുണ്ട്. ഷിയാക്കളിൽ നിന്ന് സമ്മാനം നേടിയെടുത്ത മുസ്ലിം സമുദായത്തിലെ ചില പണ്ഡിതന്മാരുണ്ട്. ഇതൊക്കെ ലോകത്തിന് മുമ്പിൽ പച്ചയായ തെളിവാണ്. ഈ നഹ്സ് കൊണ്ട് നടക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്? അതേ ഉദ്ദേശമാണ്. എന്നാൽ ഇസ്ലാം പറയുന്നത് എന്താന്ന് കേൾക്കാൻ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളൂ. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ലാ അദ്വ വലാ തീറ വലാ ഹാമ. ഇത് 3 കാര്യങ്ങൾ മുസ്ലിങ്ങൾക്കില്ല. ലാ അദ്വ, ഒരു രോഗം വരുന്നു. രോഗം വരുമ്പോ അയാൾ പറയുന്നത് അള്ള തന്ന രോഗമൊന്നുമല്ല, ഇത് ഞാൻ മഴ കൊണ്ടതുണ്ടായ രോഗമാണ്, ഇത് ഞാൻ മരുന്ന് കഴിക്കാത്തത് കൊണ്ടുണ്ടായതാണ്, ഇത് അള്ള തന്ന രോഗമൊന്നുമല്ല, എന്റെ അശ്രദ്ധ കൊണ്ട് വന്നതാണ്. ഈ വിശ്വാസം ഞമ്മക്ക് പറ്റൂല. അദ്വ പാടില്ല. വലാ തീറ, പക്ഷികളെ അങ്ങ് പറപ്പിക്കുന്നു. വലതുഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇന്ന് നല്ല ദിവസമാണ്, ഇടതുഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇന്ന് മോശം ദിവസമാണ്, ഇന്ന് ഞാൻ കച്ചവടത്തിന് പോണില്ല. മുസ്ലിങ്ങൾക്ക് ഈ പരിപാടിയില്ല, പാടില്ല. വലാഹാമ, ഹാമത്തും മുസ്ലിങ്ങൾക്കില്ല. ഓരോ മനുഷ്യനും മരിച്ചു കഴിഞ്ഞാല് മയ്യത്തിന്റെ എല്ലുകളൊക്കെ പക്ഷികളായി രൂപപ്പെടും, എന്നിട്ട് പക്ഷികൾ ഇങ്ങനെ പറന്നു നടക്കും എന്ന വിശ്വാസം പണ്ട് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. ഇസ്ലാമിൽ അതില്ല. അതുകൊണ്ട് ഇസ്ലാമിലില്ലാത്ത വിശ്വാസം പിന്നെ എവിടേക്കാ വരിക? അത്വീറത്തു ശിർകുൻ, അത്വീറത്തു ശിർകുൻ, ബഹുദൈവ വിശ്വാസമാണ്. നഹ്സ് നോക്കൽ, ശകുനം നോക്കൽ, നല്ല ദിവസം ചീത്ത ദിവസം നോക്കലൊക്കെ
നെഹസിന്റെ പോലെയുള്ള തീറത്ത് ഷിർക്കാണെന്ന് പഠിപ്പിച്ചു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് മനുഷ്യന്മാരാണ്, കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു പരിപാടി നടത്തുന്ന സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ആ കറുത്ത പൂച്ച മുമ്പ് കൂടെ പോയതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. രാവിലെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഫസ്റ്റ് ഒരു ചൂലാണ് കണ്ടത്, അതാണ് എന്റെ പ്രശ്നം ഉണ്ടായത്. ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് രാവിലെ തന്നെ ഒരു വിധവയായ പെണ്ണിനെയാണ് ഫസ്റ്റ് കണ്ടത്, അതുകൊണ്ടാണ് ഇന്ന് തന്ന ദിവസം മോശമായതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ പശ്ചാത്തപിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമല്ല, മാ കഫാറത്തു ദാലിക്, അങ്ങനെ തോന്നിയാ നബിയെ ഞങ്ങൾ എന്ത് കഫാറത്താണ്, പ്രായശ്ചിത്തം എന്താണ് ചെയ്യേണ്ടത്? അയ്യഖൂല അഹദുഹും, അവരിങ്ങനെ പറയണം, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഖൈറുക. അവരിഞ്ഞ് പറയേണ്ട വാക്കതാണ്, അല്ലാഹുവേ ലാ ഖൈറ ഇല്ലാ ഖൈറുക, നീ തന്ന ഖൈറല്ലാതെ മറ്റൊരു ഖൈറില്ല, വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക, നീ നൽകിയിട്ടുള്ള ആ നിനക്കുള്ള ശകുനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലാതെ മറ്റൊന്നില്ല, വലാ ഇലാഹ ഖൈറുക, നീയല്ല അത് ഒരു ഇലാഹുമില്ല റബ്ബേ. ആ വാക്ക് പ്രായശ്ചിത്തമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, നല്ലൊരു മാസത്തിനെ മോശമായി കാണുകയും അതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്നവരൊക്കെ മാറ്റി. അതേപോലെ തന്നെ ദീനിലില്ലാത്ത 113 തവണ മുഹറം 1 അന്ന് ബിസ്മി ചൊല്ലാൻ പഠിപ്പിക്കുന്ന പുരോഹിതന്മാരെ. ഖുർആനിൽ ഏതൊക്കെയോ സൂറത്തുകൾ പറഞ്ഞ് ഇത് 4000 പ്രാവശ്യം ഓതി, ഇത് 300 പ്രാവശ്യം ഓതി, ആ സൂറത്ത് 6000 പ്രാവശ്യം ഓതി. ഈ സൂറത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന 23 കൊല്ലത്തിനടക്ക് കിട്ടാത്ത ഏത് വഹിയാണ് ഇവർക്ക് മാത്രം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയിട്ട്, തൊള്ളയിൽ വായക്ക് തോന്നിയത് ഗോതക്ക് പാട്ടെന്ന് പറഞ്ഞ് കാണുന്നത് മുഴുവൻ ഇസ്ലാമാക്കി ഇവർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാവിധ പിഴച്ച മോശപ്പെട്ട ഇസ്ലാം ഉൾക്കൊള്ളാത്ത അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി തൗഹീദിന്റെ യഥാർത്ഥ കരുത്തിലേക്ക്, ഈമാനിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു നമുക്ക് നമ്മുടെ സമൂഹത്തിനും അള്ളാഹു തആല ഹിദായത്ത് പ്രദാനം ചെയ്യുവാനാകട്ടെ.